ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അച്ഛൻ പോവാൻ അത്ര അങ്ങട് പാവൊന്നല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, പക്ഷെ ആ വിശ്വരൂപം കണ്ടാരും ഞെട്ടരുത്. കാശ് ഫുള്ള് അടച്ചതാണല്ലോ. അതിന്റെ പലിശ 1900 വേണമെന്നുണ്ടെങ്കിൽ അത് അടച്ചതാണല്ലോ. ഈ തള്ള എന്താണ് പറയുന്നത്? നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ കാശ് നീ ഇങ്ങനെ കൊണ്ട് അടയ്ക്കുന്നത്. നിങ്ങൾ മൊത്തം അടച്ചു, നിങ്ങൾ പറയുമ്പോ അടയ്ക്കാൻ പറ്റൂല കാശ്. എന്നെ തറയാക്കലടാ മോനെ. വർഷം 1900 അടയ്ക്കാൻ 1900 അടയ്ക്കാൻ ഞങ്ങളുടെ വേണ്ടേ? ഞാൻ എന്റെ ഭർത്താനോട് നിങ്ങൾ എന്താണ് ഈ ഭർത്താനോട് സംസാരിച്ചത്? ഇനി രാവണന്റെ വരവാണ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. കഴിഞ്ഞതാണ്. ഇനിയിപ്പോ ഫോൺ എടുത്തിട്ടില്ല താൻ എന്തെന്നാ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ഓരോ മാസം ഓരോരുത്തരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഈ വക റോളായിട്ട് നിങ്ങള് വിളിച്ചിട്ടുണ്ടെങ്കിലോ എന്താണ് ബ്രോ മൊടയാണോ? ഇനി മേലെ ഈ ഫോണിലേക്ക് വിളിച്ചിട്ടല്ല പെണ്ണുങ്ങളോട് കൊഞ്ചാവായിട്ട് തിന്നാണ്ടല്ലോ വിവരം അറിയിട്ടാ. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇത് കംപ്ലീറ്റ് പൈസ അടച്ചിട്ടുള്ള കേസാ. ഇനി മേലെ ഇത് ഈ ഫോണിലേക്ക് വിളിച്ചിട്ട് വിവരം അറിയും. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. നിങ്ങൾ ലീഗലായിട്ട് പൊക്കോളാ. ഒരു തവണ കുന്നോളത്ത് വിളിക്കുക, പിന്നെ എറണാകുളത്ത് വിളിക്കുക. ഒരു മേഡം എന്ന് പറഞ്ഞിട്ടൊരു കോപ്പ് വിളിച്ചിട്ടായിരുന്നു. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. വിളിച്ചിട്ടേ അതായത് പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഈ വക ഇടപാടായിട്ട് ഇത് നിക്കണ്ട. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? ഞങ്ങള് സാറെ വിളിക്കും, വലിയ കോപ്പിനെ വർത്താനം പറയും. തുണി തിരിക്കോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സാറ് സന്തുട്ട് സാറ് അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. ആരെങ്കിലും ആണുങ്ങൾ വിളിച്ച ഇന്ത്യയിൽ തന്നോളൂ. ഈ വക ഇടപാടായിട്ട് അതിനോട് തിരിയുന്നല്ല പറഞ്ഞു. ഇപ്പൊ ശ്യാമാണ്. എല്ലാവർക്കും മണിയാണ്ടൻ ചേട്ടനെ പോലെ വിവരം ഉണ്ടാവോ? എനിക്ക് ഇനി പ്രഷർ കയറി ചിലപ്പോ എന്റെ വായിലിരുന്ന് കേൾക്കും. ഓക്കെ എന്നാ. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. എന്നോട് ഇഷ്ടമുണ്ടായില്ല വീന്നല്ല പറഞ്ഞേ. അത് ഒരു തവണ 2 തവണ വിളിച്ച പിന്നെ ഐ ലവ് യു തന്നെയാ. പിന്നെ ഈ ശരീരത്തിനോടും പ്രേമോ? അങ്ങനെ വീണ പെണ്ണുങ്ങളുണ്ടാവും. അല്ലാതെ ആ ഗണത്തിൽ പെണ്ണെന്ന് ആ ഗണത്തിലാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. കഷ്ടം.